ഇനി ബാബിലോണിൽ നിന്നും യൂദയ നാട്ടിലേക്ക് ദൂരം, പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്കുള്ള ദൂരം. ഇളയമ്മയെ 3 മാസത്തോളം ശുശ്രൂഷിച്ചിട്ട് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകാനൊരുങ്ങുന്നതിന്റെ തലേരാത്രിയിൽ നക്ഷത്രങ്ങൾ വിരിഞ്ഞ ആകാശത്തിന് കീഴെ എലിസബത്തിന്റെയും മറിയത്തിന്റെയും കൂടിക്കാഴ്ച. മൂന്ന് മാസം എത്ര വേഗം കടന്നു പോയല്ലേ. മേരി, നാളെ നീ നസ്രത്തിലേക്ക് മടങ്ങിപ്പോകുമല്ലേ? എൻ്റെ കുഞ്ഞെ, നിന്നെക്കുറിച്ച് ഓർക്കുമ്പോ യഹോവേ, നാളെ നീ വീട്ടിൽ തിരികെ ചെല്ലുമ്പോ കാണുന്നവർക്കൊക്കെ മനസ്സിലാകും നീ ഗർഭിണിയാണെന്ന്. നിന്റെ പിതാവ്, നിന്റെ അമ്മ, ദൈവദൂതന്റെ വാക്കുകൾ അവരോട് പറഞ്ഞ ആര് നിന്നെ വിശ്വസിക്കും? ആര് നിന്നെ മനസ്സിലാക്കും? ആരോട് നീ ഇതെല്ലാം പറയും? വേണ്ട മേരി, നീ ഈ അവസ്ഥയിൽ തിരികെ പോകണ്ട. ചാർച്ചക്കാരും എല്ലാവരും ചേർന്ന് നിന്നെ ഒറ്റപ്പെടുത്തും. ഓർത്തിട്ടെനിക്ക്. മേരി, വേണ്ട മേരി, നീ പോവണ്ട. നീ ഇവിടെ നിൽക്ക, ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം. അവിടെ ചെന്നാൽ നിനക്കായി കാത്തിരിക്കുന്ന ആ ജോസഫ്, അയാൾ നിന്നെ വിശ്വസിക്കുവോ? ഗർഭിണിയായി നിന്നെ അയാൾ സ്വീകരിക്കുവോ? എന്റെ ദൈവമേ. നോക്ക്, ഇളയമ്മ കരുതും പോലെ ഒന്നും ഒരനർത്ഥവും എനിക്ക് സംഭവിക്കില്ല. ബന്ദി എന്ന പഴി കേട്ട് ഈ ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞ നിങ്ങൾ ഇന്ന് എത്ര ഭാഗ്യവതിയാണ്. ശക്തനായവൻ നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ ചെയ്തു തന്നില്ലേ? ഞാനും വിശ്വസിക്കുന്നു. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്ക്. കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായിട്ടുള്ളത്? അവിടുന്നിൽ വിശ്വസിച്ചിട്ട് ആരെയാണ് അവിടുന്ന് വെറും കൈയാൽ പറഞ്ഞയച്ചത്? വാഗ്ദാനങ്ങളിൽ എന്നും വിശ്വസ്തനാണവൻ, വാക്കുമാറാത്തവൻ. എന്റെ യഹോവേ, എന്റെ ചിത്തം അങ്ങയിൽ ആനന്ദിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഇതാ ഞാൻ. ഇത് നിന്റെ കുഞ്ഞിന് അല്ല, പിറക്കാനിരിക്കുന്ന നമ്മുടെ രക്ഷകന്. ഹവ്വ ലോകനാശത്തിന് കാരണമായെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത മറിയം ലോകത്തിന്റെ സഹരക്ഷകയായി. ഹെറോദേസ് അരുംകൊല ചെയ്ത കുഞ്ഞു പൈതങ്ങളുടെ ദീനരോധനങ്ങൾ സ്വർഗത്തെ നൊമ്പരപ്പെടുത്തിയപ്പോൾ വിദിതനായ ദൈവം മറിയത്തിന്റെ അഗാധമായ താഴ്മയിൽ കടാക്ഷിച്ചുകൊണ്ട് ഏകജാതന നൽകാൻ തക്കവിധം ലോകത്തെ സ്നേഹിച്ചതിന്റെ നേരടയാളമായി മറിയത്തിന്റെ ഉദരത്തിൽ ഭ്രൂണമായി. ഇതാ സകല സൃഷ്ടികൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ സന്ദേശം. മാലാഖമാരുടെ രാരീര ഗീതങ്ങൾ മുഴങ്ങിയ ബത്ലഹേമിലെ മഞ്ഞണിഞ്ഞ താഴ്വാരം, അജഗണങ്ങളുടെയും ഇടയന്മാരുടെയും മിഴികളിൽ പ്രത്യാശയുടെ പ്രകാശം വിതറിക്കൊണ്ട് ഒരു കാലിത്തൊഴുത്തിൽ ലോകരക്ഷകൻ യേശു പിറന്നിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ
ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരാ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരാ. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേഥലേം തന്നിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേഥലേം തന്നിൽ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി തൊഴുത്തിൽ കണ്ടു. വർണ്ണരാജികൾ വിടരും വാനി വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. മന്നവർ മൂവരും ദാവീദിൻ സുതനേ. മന്നവർ മൂവരും ദാവീദിൻ സുതനേ. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാധിദേവന്റെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ വച്ചു വണങ്ങി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരാ. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി